പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ചന്ദ്രഗുപ്തൻ, അതായത് ഗുപ്തവംശത്തിൻ്റെ സ്ഥാപകൻ. ചന്ദ്രഗുപ്ത മൗര്യനെക്കുറിച്ച്, ചാണക്യനെക്കുറിച്ചും നമ്മൾ പഠിച്ചു. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യനും ഗുപ്ത സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്തനും. ഈ ചന്ദ്രഗുപ്തനെ കുറിച്ചാണ് ഇന്ന് പഠിക്കേണ്ടത്. 150 വർഷത്തോളം ഭരിച്ച മൗര്യവംശ ചക്രവർത്തിമാർക്കു ശേഷം പുഷ്യമിത്രനും ഖാരവേലനും ചക്രവർത്തി പദം അലങ്കരിച്ചു. 1000-ലധികം വർഷം നീണ്ട സുവർണകാലത്തിനാണ് ചാണക്യ ചന്ദ്രഗുപ്തന്മാർ തുടക്കം കുറിച്ചത് എന്ന് നാം മനസ്സിലാക്കുക. ആ സുവർണ ശതാബ്ദിയിലെ ഏറ്റവും പ്രകാശമുള്ള സൂര്യനായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ക്രിസ്തുവിനു മുമ്പ് 320-ൽ അധികാരത്തിലേറിയ ഗുപ്തവംശത്തിലെ ചക്രവർത്തി. അയോധ്യ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ഒരു ചെറിയ നാട്ടുരാജാവായിരുന്നു ഘടോത്കചൻ. അദ്ദേഹത്തിന്റെ പുത്രൻ ചന്ദ്രഗുപ്തൻ സാമാന്യം വലിയ ഒരു രാജ്യം സ്ഥാപിച്ച് ഗുപ്തവംശത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തിന്റെ പുത്രൻ സമുദ്രഗുപ്തൻ ഇന്നത്തെ പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ എന്നീ പ്രദേശങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായി മാറി. അദ്ദേഹത്തിന്റെ പുത്രനായ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ദുർബല ഭരണാധികാരിയായിരുന്ന തൻ്റെ ജ്യേഷ്ഠനെ ഭരണത്തിൽ നിന്നും മാറ്റിയിട്ടാണ് അധികാരത്തിലെത്തിയത്. ഗുജറാത്ത്, മാൽവ, സൗരാഷ്ട്ര എന്നിവിടങ്ങൾ ഭരിച്ചിരുന്ന ആക്രമണകാരികളായിരുന്ന ശകന്മാരെ തുരത്തി തൻ്റെ സാമ്രാജ്യം അദ്ദേഹം വിപുലീകരിച്ചു. രുദ്രസേനൻ എന്ന കർണാടക രാജാവിൻ്റെ മകന് തൻ്റെ മകൾ പ്രഭാവതിയെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ തെക്കൻ പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയത്തിൽ കൊണ്ടുവന്നു. ദീർഘമായ 35 വർഷക്കാലം, അതായത് 380 മുതൽ 415 വരെ നീണ്ട തൻ്റെ ഭരണകാലത്ത് അഖണ്ഡമായ ഭാരതത്തെ തൻ്റെ നിയന്ത്രണത്തിൽ നിലനിർത്തുവാൻ ചന്ദ്രഗുപ്ത മൗര്യനു ശേഷം ചന്ദ്രഗുപ്തന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ജ്ഞാനം, സമാധാനം, സമൃദ്ധി, പുരോഗതി എന്നിവ സമ്പൂർണ്ണ നാട്ടിലും വിളയാടിയിരുന്നുവെന്ന് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ രേഖപ്പെടുത്തുന്നു. ശിവഭക്തനും വിഷ്ണുഭക്തിയെ പിന്തുണച്ച ആളുമായിരുന്നെങ്കിലും മറ്റെല്ലാ മതങ്ങൾക്കും അനുകൂലാവസ്ഥയിൽ പുരോഗമിച്ചിരുന്നു. ദാനവും ചികിത്സാ സൗകര്യങ്ങളും ഏറ്റവും ഒടുവിലത്തെ പൗരന്റെ സുഖവും ആരോഗ്യവും എന്നിവയും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഇത് ഫാഹിയാൻ വർണ്ണിക്കുന്നു. 320 മുതൽ 330 വരെ ഭരിച്ചിരുന്ന ഗുപ്തവംശ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്തൻ ഒന്നാമൻ നിരവധി നാടുവാഴികളെയും ഗോത്രത്തലവന്മാരെയും ഏകോപിപ്പിക്കുവാൻ അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്തിരുന്നു. സമന്വയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ നടന്ന ഈ ഏകീകരണം ഇന്നൽപ്പം വിചിത്രമായി തോന്നാം. എന്തായാലും തൻ്റെ പൂർവികന്മാർ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത്യന്തം വിജയകരമായി അദ്ദേഹം നിർവഹിച്ചു. ഫാഹിയാൻ ഭാരതത്തിലേക്ക് വരുന്നത് ഗുപ്ത കാലഘട്ടത്തിൽ. അന്ന് ഫാഹിയാന്റെ ഡയറി കുറിപ്പുകൾ ഭാരതത്തിൻ്റെ സവിശേഷതയെ, ഉജ്ജ്വലതയെ വർണ്ണിക്കുന്നു. ഫാഹിയാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ഭാരതത്തിലെ വീടുകൾക്ക് വാതിലുകൾ ആവശ്യമില്ല. ഭക്ഷണം വിൽക്കുന്നത് പാപമായി കരുതപ്പെട്ട രാഷ്ട്രം. ഏതു സ്ത്രീക്കും സർവാഭരണ വിഭൂഷിതയായി ഏതർദ്ധരാത്രിയിലും സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രം. എത്ര മഹത്തരമായിരുന്നു നമ്മുടെ രാഷ്ട്രം! ഭാരതത്തിലെ വീടുകൾക്ക് വാതിലുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മോഷ്ടാക്കൾ ഉണ്ടായിരുന്നില്ല. അന്യന്റെ മുതൽ മോഹിച്ചിരുന്നവർ ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. ഭക്ഷണം വിൽക്കുന്നത് ഇവിടെ പാപമായിരുന്നു. കാരണം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യമുള്ളവർക്ക് ഭക്ഷണം സൗജന്യമായി ലഭിച്ചിരുന്നു. ക്ഷേത്രങ്ങളെല്ലാം തന്നെ അന്നദാനത്തിൻ്റെ ക്ഷേത്രങ്ങളായിരുന്നു. ആരും വിശന്നിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. തണ്ണീർ പന്തലുകൾ, നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാൽ എല്ലാ ജില്ലയിലും നമുക്ക് തണ്ണീർ പന്തൽ കാണാം. എങ്ങനെയാണ് തണ്ണീർ പന്തൽ എന്ന പേര് വന്നത്? മുമ്പ് കാലഘട്ടത്തിൽ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പല ആവശ്യങ്ങൾക്കു വേണ്ടി ജനങ്ങൾ നടന്നു പോകുമ്പോൾ ഈ തണ്ണീർ പന്തലുകളിൽ കയറിയാൽ സൗജന്യമായിട്ട് നമുക്ക് അവിടുന്ന് ഭക്ഷണവും വെള്ളവും ലഭിക്കും. പ്രധാനമായിട്ടും വെള്ളം, തണ്ണീർ, സംഭാരം ഒക്കെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ ഭക്ഷണം വിൽക്കുന്നത് പാപമായിട്ട് കരുതപ്പെട്ടു. എത്ര സുന്ദരിയായ സ്ത്രീക്കും സർവാഭരണ വിഭൂഷിതയായി ഏത് അർദ്ധരാത്രിയിലും സഞ്ചരിക്കുവാൻ ഈ മണ്ണിൽ കഴിഞ്ഞിരുന്നു. സ്ത്രീകളെ പീഡിപ്പിച്ചിരുന്നില്ല.
എത്ര നാര്യസ്തി പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് നാം വിശ്വസിച്ചു. എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ സന്തോഷിക്കപ്പെടുന്നു എന്ന്. ഇത്ര മഹത്തരമായ ഉജ്ജ്വലമായ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ചവരാണ് ബഹുഭൂരിപക്ഷവും നമ്മൾ. 47 ശേഷം നാം പഠിച്ച വിദ്യാഭ്യാസത്തിലും എൻ്റെ രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തുവാനുള്ള പാഠഭാഗങ്ങളില്ലായിരുന്നു. സായിപ്പിൻ്റെ ഭരണപരിഷ്കാരം ഉണ്ടായിരുന്നു. ജസിയ എന്ന നികുതി കൊടുത്തിട്ട് ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കേണ്ട ഗതികേടുണ്ടാക്കിയ ഔറംഗസീബിനെ മഹാൻ എന്ന് വിളിച്ചിരുന്നു. മഹാനായ അക്ബർ എന്ന് വിളിച്ചിരുന്നു. തൻ്റെ രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി അടിമകളാക്കി നമ്മുടെ പൂർവികന്മാരെ കൊന്നൊടുക്കി ക്ഷേത്രങ്ങളെ മുഴുവൻ തകർത്ത ഈ മതഭ്രാന്തന്മാരെ പോലും മഹാന്മാരെന്ന് പഠിച്ചു. ജാലിയൻ വാലാബാഗിലടക്കം നമ്മുടെ ആയിരക്കണക്കിന് ഭാരതീയന്മാരുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ച സായിപ്പിൻ്റെ ഭരണപരിഷ്കാരങ്ങളെ നമ്മളെ പഠിപ്പിച്ചു. മനസ്സിലാക്കുക, നാം നമ്മുടെ സത്വബോധത്തിലേക്ക് അതിവേഗം തിരിച്ചു നടന്നേ മതിയാവുള്ളൂ. അവിടെയാണ് ചന്ദ്രഗുപ്ത മൗര്യനും ചന്ദ്രഗുപ്തനുമെല്ലാം തന്നെ പ്രസിദ്ധരാകുന്നത്. അവരെല്ലാം അടിയുറച്ച ഹിന്ദുക്കളായിരുന്നു, അടിയുറച്ച ദേശസ്നേഹികളായിരുന്നു. ആ കാലഘട്ടമെല്ലാം ഭാരതത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. അതിനടിത്തറ പാകിയ മഹാത്മാക്കളിൽ ഒരാളാണ് ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്തനും എന്നറിയുക. ഈ 3 മഹാത്മാക്കളെ നാം പഠിച്ചു കഴിഞ്ഞു. നാളെ നമുക്ക് വിക്രമാദിത്യനെ കുറിച്ച് പഠിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.